ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയെ ചെറുക്കൻ കണ്ടുപോയതും ചെറുക്കനെയും ഒന്നും ശാരദ ഒഴികെ ബാക്കി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ശാരദയാണെങ്കിൽ ജയപാലനെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. മക്കൾ എതിർത്താലും ജയപാലനെ വിശ്വസിക്കുന്നതാണ് ജയപാലന് ഒരു തുറുപ്പുചീട്ട്. വിനീത് വിഷമത്തോടെ ഇരിക്കുന്നു. അന്നേരം ജയപാലൻ ശാരദയെ വിളിച്ചു പറയുന്നത്, ദേ ശാരദേ, കാവേരി പൊട്ടത്തരം പറയുന്നത് കേട്ട് ഗംഗയുടെ ജീവിതം നീ ഇല്ലാതാക്കരുത് എന്ന്. പിന്നീട് ഓരോരുത്തരും ഗംഗയുടെ ഇഷ്ടം അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഗംഗ കരഞ്ഞുകൊണ്ട് പറയുന്നത്, അമ്മയുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന്. ഗംഗയ്ക്ക് മാനസികമായി വിവാഹം ഇഷ്ടമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അമ്മയ്ക്ക് വേണ്ടി അനുസരിക്കുന്നു എന്ന് മാത്രം. യമുന പറയുന്നത്, ചേച്ചി, ആർക്കൊക്കെ ഇഷ്ടമല്ലെങ്കിലും ഈ കല്യാണം നടക്കുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത് എന്ന്. പിന്നീട് ജയപാലനും രാജേശ്വരിയും സംസാരിക്കുന്നത് കാണാം. ജയപാലൻ പറയുന്നത്, കാവേരി അവളുടെ വീട്ടിൽ ഹോം സ്റ്റേ തുടങ്ങിയത് ഞാൻ അപ്പൊ തന്നെ നിവിനെ വിളിച്ചു പറഞ്ഞിരുന്നതാണല്ലോ എന്ന്. അപ്പൊ നിവിനും കാവേരിയും തന്നിൽ നിന്നും ഇത് തന്ത്രപൂർവ്വം മറച്ചു വെച്ചതാണ് എന്ന് രാജേശ്വരി ചിന്തിക്കുന്നു. അതേസമയം ശാരദ ഭക്ഷണം എല്ലാവർക്കും വിളമ്പുമ്പോൾ യമുന പറയുന്നത്, എൻ്റെ പ്ലേറ്റിൽ നിന്നും ആരും കൈയിട്ട് വാരില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന്. അപ്പൊ ശാരദ ഭക്ഷണം അടച്ച് മേശപ്പുറത്ത് വെച്ച്, വേണ്ട മോളെ, ഞാൻ കാരണം ആരും ഭക്ഷണം മതിയാക്കി പോകണ്ട എന്ന് പറയുന്നു. ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ യമുനയുടെയും ഗംഗയുടെയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. പിന്നീട് കാവേരി, ഗംഗേച്ചി, ഞാൻ പോയിട്ട് വരാം. ആ സമയത്ത് കല്യാണമൊന്നും കഴിച്ചു കളയരുത്. വഴിയെ പോണ ആരെങ്കിലും വന്ന് ചോദിച്ചാ ചേച്ചിയെ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് കാവേരി പോകുന്നു. അത് കേൾക്കുമ്പോൾ ശാരദയുടെ മനസ്സ് വേദനിച്ച് പൊട്ടിക്കരയുന്നു. ഗംഗ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അമ്മയും മക്കളും തമ്മിൽ ഒരകലം സൃഷ്ടിക്കാൻ ജയപാലന് കഴിഞ്ഞു. അവിടെയാണ് ജയപാലന്റെ വിജയം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.